ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മിയാൽന റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയി എത്തിയിരിക്കുകയാണ്. ഈ ഒരു വീഡിയോയിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ പോക്കുവരവിനെ പറ്റിയും അതോടൊപ്പം തന്നെ RORനെ പറ്റിയും വിശദീകരിക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് ആദ്യം പോക്കുവരവിനെ പറ്റി തന്നെ പറഞ്ഞു തുടങ്ങാം. പോക്കുവരവ് എന്ന് പറയുന്നത് നമ്മുടെ സ്ഥലം പോക്കുവരവ് ചെയ്തില്ല എങ്കിൽ നമുക്ക് നമ്മുടെ സ്ഥലത്ത് വീട് പണിയുവാനോ അത് വിൽക്കുവാനോ എന്തിന് നമുക്കൊരു ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുവാനോ കറണ്ട് കണക്ഷൻ പോലും കിട്ടാത്ത സാഹചര്യമാണ് സ്ഥലം പോക്കുവരവ് ചെയ്തില്ല എങ്കിൽ. ഇനി എന്താണ് ഈ പോക്കുവരവ് ചെയ്യുക എന്ന് പറയുന്നത്? നമുക്ക് രണ്ടൊരു എക്സാമ്പിളിൽ നിന്ന് തന്നെ എടുക്കാം. അതായത് നമ്മളൊരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തി സ്ഥലം വാങ്ങുവാൻ ഉദ്ദേശിക്കുകയാണ്. ഇനി ആദ്യമേ വാങ്ങുന്ന വ്യക്തിയിൽ നിന്ന് ഈ വിൽക്കുന്ന വ്യക്തിയിൽ നിന്ന് അദ്ദേഹം സ്ഥലം വാങ്ങുമ്പോൾ അത് നമ്മുടെ സർക്കാരിനെ ബോധ്യപ്പെടുത്തി ആ വാങ്ങുന്ന വ്യക്തി കരമടയ്ക്കുന്നതിനെയാണ് നമ്മൾ പോക്കുവരവ് എന്ന് പറയുന്നത്. ആധാരം രജിസ്റ്റർ ചെയ്യുന്നത് രജിസ്റ്റർ ഓഫീസിലും അതുപോലൊപ്പം തന്നെ പോക്കുവരവ് ചെയ്യുന്നത് വില്ലേജ് ഓഫീസിലുമാണ്. ഇപ്പോൾ നമ്മൾ ആധാരം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ രജിസ്റ്റർ ഓഫീസിൽ നിന്ന് 40 ദിവസത്തിനുള്ളിൽ വില്ലേജ് ഓഫീസിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ പോകും. വില്ലേജ് ഓഫീസിൽ ഈ നോട്ടിഫിക്കേഷൻ ലഭിച്ചു കഴിഞ്ഞാൽ വില്ലേജ് ഓഫീസിലുള്ളവർ സ്വമേധയാ വേണം പോക്കുവരവ് ചെയ്യേണ്ടത്. പക്ഷെ അങ്ങനെ ഇപ്പോൾ ആരും ചെയ്യാറില്ല. മറ്റേതായിരുന്നു റൂള്. അത് ആ റൂൾ അനുസരിച്ച് ആരും ചെയ്യാത്തത് കൊണ്ട് നമ്മൾ തന്നെ മുൻകൈ എടുത്തെങ്കിൽ മാത്രമേ പോക്കുവരവ് നമ്മുടെ സ്ഥലത്തിന് ലഭിക്കുകയുള്ളൂ. ഇനി നമുക്ക് എങ്ങനെയാണ് പോക്കുവരവ് ചെക്ക് ചെയ്യേണ്ടതെന്ന് നോക്കാം. നമ്മൾ കരമടച്ച രസീതിൽ തണ്ടപ്പേര് നമ്പർ എന്നൊരു കോളമുണ്ട്. ഈ തണ്ടപ്പേര് നമ്പറിൽ ഇപ്പോൾ 567 അല്ലെങ്കിൽ 2737 എന്നൊരു നമ്പറുകൾ മാത്രമേ ഉള്ളൂ എങ്കിൽ അത് പോക്കുവരവ് ചെയ്ത ഭൂമിയാണ്. എന്നാൽ 2737/1 അല്ലെങ്കിൽ 563/2 ഇങ്ങനെയൊക്കെ /ഇട്ട് അല്ലെങ്കിൽ /ഇട്ട് ഒരു നമ്പറും കൂടെ കൊടുക്കുകയാണെങ്കിൽ അത് പോക്കുവരവ് ചെയ്യാത്ത ഭൂമിയാണ്. അല്ലെങ്കിൽ ആ പോക്കുവരവിനെ പറ്റി സർക്കാരിന് ഒരു ആശങ്കയുണ്ട് അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻ ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് തണ്ടപ്പേര് നമ്പറിൽ അങ്ങനെ /ഇട്ട് കൊടുക്കുന്നത്. കരമടച്ച റെസിപ്റ്റിൽ വിശദാംശങ്ങൾ എന്ന സ്ഥലത്തും അതോടൊപ്പം തന്നെ കരമൊടുക്കിയാൾ എന്ന സ്ഥലത്തും ഒരേ പേരാണ് എങ്കിൽ ആ സ്ഥലം പോക്കുവരവ് ചെയ്തതാണെന്ന് നമുക്ക് അനുമാനിക്കാം. പക്ഷേ അത് നമുക്ക് പൂർണ്ണമായി ആധികാരികമായും വിശ്വസിക്കാൻ പറ്റില്ല. ഇനി എങ്ങനെ ആധികാരികമായി പോക്കുവരവ് ചെയ്തതാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും? അതിനുള്ള ഡോക്യുമെൻ്റാണ് ROR. RORൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് റെക്കോർഡ് ഓഫ് റൈറ്റ്സ്. അതിന് മലയാളത്തിൽ തണ്ടപ്പേര് അക്കൗണ്ട് എന്നും പറയാറുണ്ട്. ഈ RORൽ അതായത് അതിൽ പാട്ടാധാരുടെ പേര് എന്ന് പറയുന്ന സ്ഥലത്തും നമ്മുടെ ലേറ്റസ്റ്റ് ആധാരത്തിലുള്ള ഓണറിൻ്റെ പേരും അതായത് ആ ആധാരത്തിലുള്ള പേരും ഒന്ന് തന്നെയാണെങ്കിൽ അത് പോക്കുവരവ് ചെയ്തതാണെന്ന് നമുക്ക് അനുമാനിക്കാം. നമ്മളിനി ഒരു സ്ഥലം വാങ്ങി അതിന് പണം അടയ്ക്കുന്നതിന് മുൻപ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഡോക്യുമെൻറ്റ്സ്, അതായത് പോക്കുവരവ് ചെയ്തതാണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള 3 ഡോക്യുമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നെന്ന് പറയുന്നത് ലേറ്റസ്റ്റ് ആധാരമാണ്. 2 ROR, 3 കരമടച്ച റെസിപ്റ്റ്. ഇതിൽ ലേറ്റസ്റ്റ് ആധാരത്തിലെ ഓണറുടെ പേരും അതുപോലെ തന്നെ RORൽ പാട്ടാധാരുടെ പേരും പിന്നെ കരമടച്ച റെസിപ്റ്റിൽ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് വിശദാംശങ്ങൾ എന്ന സ്ഥലത്തുള്ള പേരും അതുപോലെ തന്നെ കരമൊടുക്കിയ ആൾ എന്ന സ്ഥലത്തുള്ള പേരും ഒന്നാണോ എന്ന് നോക്കണം. ഈ 3 ഡോക്യുമെൻറ്റിലുള്ള ആളുടെ പേര് ഒന്നാണെങ്കിൽ ആ സ്ഥലം പോക്കുവരവ് ചെയ്തതാണ്. അപ്പോൾ 100% ആ സ്ഥലത്തിന് ഒരു കോംപ്ലിക്കേഷനും ഇല്ല, പോക്കുവരവും ചെയ്തതാണെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റും. ഈ പോക്കുവരവ് ചെയ്യുക എന്നുള്ളത് നമുക്കിപ്പോൾ ഡൗട്ട് വന്നൊരു കാര്യമാണ്, ഒറ്റ തവണ ചെയ്താൽ മതിയോ എന്ന്. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ എപ്പോൾ സ്ഥലം വിൽക്കുന്നോ അത് എപ്പോൾ നമ്മുടെ സ്ഥലം മറ്റൊരാൾക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു അപ്പോഴെല്ലാം പോക്കുവരവ് ചെയ്യണം. അതായത് വാങ്ങുന്ന ആളും പോക്കുവരവ് ചെയ്യണം, വിൽക്കുന്ന ആളും പോക്കുവരവ് ചെയ്യണം. അപ്പോൾ അങ്ങനെ മാത്രമേ പോക്കുവരവ് പൂർണ്ണമാവുകയുള്ളൂ. ഇനി അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ള ഒരു പ്രത്യേക കാര്യം എന്ന് പറയുന്നത് കേരളത്തിലുള്ള 2 ജില്ലകളിൽ അതായത് നമ്മുടെ കോട്ടയത്തും അങ്കമാലിയിലും അവിടെയാണെന്ന് പറഞ്ഞാൽ ഒരു സ്ഥലം വിൽക്കണമെങ്കിൽ അത് പോക്കുവരവ് നിർബന്ധമായി ചെയ്തെങ്കിൽ മാത്രമേ അവിടെ വിൽക്കുവാൻ സാധിക്കുകയുള്ളൂ. അതിൻ്റെ കാര്യം അവിടെ ഒരു ടൊറൻറ്റ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു റൂളുണ്ട്. അത് കാരണമാണ് അവിടെ അങ്ങനൊരു നിയമം വരുന്നത്. അപ്പോൾ ഇനി നമ്മുടെ കേരളത്തിലുള്ള മറ്റു ജില്ലകളിൽ ഇത് നിർബന്ധമാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്ഥലം നമുക്ക് പോക്കുവരവ് ചെയ്യാത്തതാണെങ്കിൽ വിൽക്കാൻ പറ്റുകയില്ല. വിൽക്കാൻ പറ്റുക മാത്രമല്ല, ഞാൻ ഓൾറെഡി ആദ്യമേ പറഞ്ഞു, വീട് പണിയാൻ പറ്റില്ല, ഒരു കാരണവശാലും ലോൺ കിട്ടുകയുമില്ല. അപ്പോൾ നമ്മൾ എന്തായാലും നമ്മുടെ സ്ഥലം പോക്കുവരവ് ചെയ്തോ എന്ന് ഉറപ്പുവരുത്തണം. പോക്കുവരവിനെ പറ്റി വിശദീകരിച്ചിട്ടുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇത് മാക്സിമം ഷെയർ ചെയ്യുക. ഇതിനെപ്പറ്റി അധികം അറിവില്ലാത്തവർക്ക് ഇതൊരു ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നതാണ്. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ, ടേക്ക് കെയർ.